ഖുർആൻ സ്റ്റഡി സെൻ്ററിൻ്റെ ഈ പരിപാടി മഹത്തായ വിശുദ്ധ റമളാൻ മാസത്തിൽ തുടക്കം കുറിച്ച് വർഷങ്ങളോളം നമ്മുടെ സമൂഹത്തെ സൽപാന്താവിലേക്ക് നയിക്കുകയും നന്മകളും അതുപോലെ തന്നെ മറ്റ് നല്ല കാര്യങ്ങളുമെല്ലാം ചെയ്യാൻ പ്രചോദനം നൽകുകയും ചെയ്തുകൊണ്ട് ഈ മഹത്തായ പ്രസ്ഥാനം അല്ലെങ്കിൽ ഈ മഹത്തായ പരിപാടി ഇവിടെ ഉടനീളം നമ്മുടെ സമൂഹത്തിൽ ഒരു വലിയ പരിവർത്തനം അല്ലെങ്കിൽ ഒരു മാറ്റം തന്നെ ആ ഖുർആൻ റിസർച്ച് ചെയ്ത് അവതരിപ്പിക്കുന്ന റഹ്മത്തുള്ള കാസിമി അദ്ദേഹത്തിന് ഇനിയും ഇങ്ങനെയുള്ള പരിപാടികൾ തുടരാനും അതുപോലെ തന്നെ സംഘടിപ്പിക്കുവാനുമുള്ള എല്ലാ കഴിവിനെയും അള്ളാഹു നൽകുമാറാകട്ടെ. അള്ളാഹു ഈ പരിപാടിയെ, ഈ മഹത്തായ സമ്മേളനത്തെ, ഈ കൂടലിനെ, ഈ ഇരുത്തത്തെ എല്ലാം അള്ളാഹുവിൻ്റെ സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം. തീർച്ചയായിട്ടും പരിശുദ്ധമായ ഖുർആൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. ആ റമളാൻ മാസത്തിലെ ഏറ്റവും പുണ്യമായ അവസാനത്തെ പത്തിലാണ് നാം നിലകൊള്ളുന്നത്. അതിൻ്റെ സത്ത അതുപോലെ തന്നെ അതിൻ്റെ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വലിയ സമയം കൂടിയാണ് നമുക്കിവിടെ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി, ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചതിലുണ്ട്. വഖ്തിലാഫിൽ ലൈലി വന്നഹാരി, രാത്രി പകൽ മാറി 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 വരുന്നതിലുമുണ്ട്. ലആയാത്തിൻ ലിഉലിൽ അൽബാബ്, ബുദ്ധിമാന്മാർക്ക് വളരെ ദൃഷ്ടാന്തമുണ്ട്. അല്ലാഹുവിനെ പറ്റി സ്മരിക്കാൻ മനസ്സിലാക്കാനുള്ള വലിയ തെളിവുകളാണ് ഈ വിഷയങ്ങളൊക്കെ. അല്ലാഹുവിൻ്റെ കോടാനകോടി സൃഷ്ടികളിൽ വലിയതായ ചില സൃഷ്ടികൾ എടുത്തുദ്ധരിച്ചുകൊണ്ട് ആകാശം, ഭൂമി, രാപ്പകലിങ്ങനെ മാറി മാറി വരൽ, ഇതെല്ലാം എടുത്തുദ്ധരിച്ചുകൊണ്ട് പറയുന്നു ലആയാത്തിൻ ലിഉലിൽ അൽബാബ്, ബുദ്ധിമാന്മാർക്ക് ഇതിലെല്ലാം വലിയ ദൃഷ്ടാന്തമുണ്ട്. ബുദ്ധിമാന്മാർ എന്ന് പറഞ്ഞാൽ ആര്? അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം, നിന്നും ഇരുന്നും കിടന്നും അല്ലാഹു തആലാനെ സ്മരിക്കുന്നവർ, അല്ലാഹുവിനെ ദിക്ർ നടത്തുന്നവർ. ഖുർആന്റെ ഭാഷയിൽ ബുദ്ധിമാന്മാർ എന്ന് പറഞ്ഞാൽ വിശദീകരിക്കുന്നത് യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം, നിന്നും കടന്നും ഇരുന്നും ദിക്റുമായി ബന്ധപ്പെടുന്നവർ. ഇവരാണ് പരിശുദ്ധ ഖുർആന്റെ ഭാഷയിൽ ബുദ്ധിമാന്മാർ എന്ന് പറയുന്നത്. മറ്റു പല മേഖലകളിലും വലിയ ബുദ്ധിയുള്ളവനാണെന്നൊക്കെ പറയാറുണ്ടെങ്കിലും ബഹുമാനപ്പെട്ട ഖുർആൻ ബുദ്ധിമാന്മാരെ വിശദീകരിക്കുന്നത് എല്ലാ സമയത്തും ദിക്റുമായി ബന്ധപ്പെടുന്നവർ. കാരണം ബുദ്ധിയുള്ള ആളുകൾക്ക് മാത്രമേ അത് ശരിക്ക് കൊണ്ടുനടക്കാൻ കഴിയുള്ളൂ. കഴിഞ്ഞ 9 വർഷക്കാലത്തിനിടയിൽ ഏത് വർഷമാണ് ഈ ചടങ്ങിന് ഞാൻ സന്നിഹിതരാവുന്നതെന്ന് ഞാൻ ഓർത്തു നോക്കുകയാണ്. ഇല്ല, ഏതാണ്ട് ഈ വിശുദ്ധ ഖുർആൻ പരിപാടി എല്ലാ വർഷവും ഇവിടെ വന്നെത്തുവാനും എൻ്റെ സഹോദരൻ്റെ ചടങ്ങിൽ ആശംസകൾ അർപ്പിക്കുവാനും അള്ളാഹു എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ. സ്വാഗത പ്രസംഗം ചെയ്ത മുസ്തഫ സാഹിബ് പറഞ്ഞു, ഞാൻ ഈ സംഘാടകർക്ക് എന്നോട് ഇവിടെ വന്നതിൽ കടപ്പാടുണ്ടെന്ന്. അത് തെറ്റാണ്. ഈ സംഘാടകർ എൻ്റെ സഹോദരന്മാർ നടത്തുന്ന ഈ അതിവിശിഷ്ടമായ പരിപാടി, വിശുദ്ധ ഖുർആൻ്റെ പരിപാടി നടത്തുന്ന ഈ സംഘാടകരോടാണ് എൻ്റെ എല്ലാ കടമയും. ഞാനിവിടെ വന്നത് നിങ്ങളുടെ ഒരു സഹോദരൻ നിലക്കാണ്, നിങ്ങളുടെ ഒരു സ്വന്തമാണെന്ന നിലക്കാണ്.
അതിനെ തൗഫീഖ് നൽകിയ അള്ളാഹുവിനോട് ഞാൻ എൻ്റെ എല്ലാ നന്ദിയും കൃതജ്ഞയും പ്രഖ്യാപിക്കുന്നു. അൽഹംദുലില്ലാ. ഞാൻ സമയം വളരെ വൈകിയത് കൊണ്ട് വളരെ കുറച്ച് മാത്രം സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രസംഗം ഞാൻ തയ്യാറാക്കിയതിനേക്കാളും ചുരുക്കമേ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുള്ളൂ. ഈ വിശുദ്ധ ഖുർആൻ്റെ പ്രചരണം ഏറ്റെടുത്തിട്ടുള്ള റഹ്മത്തുള്ളാ ഖാസ്മി സാഹിബ് വിശുദ്ധ ഖുർആൻ്റെ അത്യധികമായ അന്തസത്ത, അപാരമായ അഗാഢമായ തത്വങ്ങൾ സാധാരണക്കാരായ ആളുകൾക്ക് സരളവും ശക്തവുമായ ഭാഷയിൽ അവതരിപ്പിച്ച് അവരുടെ ഹൃദയത്തിനകത്ത് വിശുദ്ധ ഖുർആൻ എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇത് തന്നെയാണ് ഒരു മുസൽമാനെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു സേവനം. വിശുദ്ധ ഖുർആനെ നമ്മൾ എന്ന് കൈവിട്ടു, അതിൻ്റെ ആശയങ്ങൾ ഞങ്ങൾ എന്ന് മറന്നുപോകും, അന്നു മുതൽ നമുക്ക് എല്ലാവിധ പ്രയാസങ്ങളും അനുഭവസാധ്യമായി. ബിസ്മില്ലാഹി അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈക്കൽ മസ്വീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസ്വീർ. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബഹുമാനികളായ പണ്ഡിതന്മാരെ, ബഹുമാനികളായ ഉമറാക്കളെ, സ്നേഹധന്യരായ ബഹുമാനപ്പെട്ട യുവ സഹോദരങ്ങളെ, വിദ്യാർത്ഥികളെ, ബഹുമാനമുള്ള സഹോദരിമാരെ, നാം എല്ലാം ഈ ഒരുമിച്ച് കൂടിയത് അള്ളാഹു ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. അള്ളാഹിൻ്റെ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹു ഇതൊരു പുണ്യപ്പെട്ടതും എന്നാൽ സമൂഹത്തിന് വളരെയേറെ ഉപകരിക്കുന്ന കട്ടിയുള്ള ഇരുട്ടുകൾ നീങ്ങി പകരം വെളിച്ചത്തിൻ്റെ വലിയ ധാരകൾ സമൂഹത്തിന് ലഭിക്കാനുള്ള ഒരു മാർഗവും അള്ളാഹു ആക്കിത്തരട്ടെ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഇതിൻ്റെ കൂടെ നിന്നവർക്കും എല്ലാവർക്കും അള്ളാഹു തആല പുറത്തു തരട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്. എല്ലാവർക്കും അള്ളാഹു തആല മഗ്ഫിറത്ത് നൽകട്ടെ. വിശേഷിച്ചും കോഴിക്കോട് ദഅ്വാ രംഗത്ത് വളരെ ദീർഘമായ സേവനം ചെയ്തിരുന്ന മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖ് തങ്ങൾ, പിന്നീട് കോഴിക്കോട് ശിഹാബുദ്ദീൻ ഇമ്പിച്ചിക്കോയ തങ്ങൾ തുടങ്ങിയ നമ്മുടെ കാലഘട്ടത്തിലെ വെളിച്ചത്തിൻ്റെ വെളിച്ചമായി നിന്ന ഒരു കാലഘട്ടത്തിൻ്റെ വലിയ നേതാക്കൾ, പിന്നീട് നമ്മുടെ എല്ലാം അത്താണിയായിരുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് PMS പൂക്കോയ തങ്ങൾ, പിന്നെ വലിയ വലിയ ദീനിന്റെ പ്രഭ ചുരത്തിയ വലിയ മഹാന്മാർ, എല്ലാവർക്കും അല്ലാഹു തആല മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സ്വർഗം എന്നതാണ് വിഷയം. സമയം വൈകിട്ടുണ്ട്. ഇതാകട്ടെ 4 മണിക്കൂറും 5 മണിക്കൂറും 10 മണിക്കൂറും പറഞ്ഞാൽ തീരാത്ത ഒരു വിഷയവുമാണ്. ഞാൻ ആമുഖം പറയുന്നില്ല, നേരെ ടേക്ക് ഓഫ് ചെയ്യാം. സ്വർഗം സമുന്നതമായ ഒരു നിധിയാണ്. അല്ല, അതാണ് ഏറ്റവും വലിയ ആഗ്രഹിക്കപ്പെടുന്ന കാര്യവും. അതിനുവേണ്ടി കൊതിച്ച ദിനരാത്രങ്ങൾ മനുഷ്യന്റെ ആയുസ്സിന്റെ അവസാനം വരെ നീണ്ടുപോവുകയാണ്. എല്ലാം മനുഷ്യൻ ആഗ്രഹം അവസാനിക്കും. ഭക്ഷണവും വെള്ളവും പിന്നെ ഇണസൗഭാഗ്യങ്ങളും എല്ലാം മനുഷ്യരുടെ താല്പര്യങ്ങൾ നിലച്ചു പോകുന്ന ഒരു ഘട്ടമുണ്ട്. എന്നാൽ താല്പര്യം നിലക്കാത്ത ഒരൊറ്റ കാര്യം സ്വർഗമാണ്. അതിന്റെ താല്പര്യങ്ങൾക്ക് അതിർത്തികളില്ല. അതേക്കുറിച്ചുള്ള സ്വപ്നങ്ങൾക്ക് അതിരുകളില്ല. അതുകൊണ്ട് നമുക്ക് സ്വർഗം കിട്ടണം. സ്വർഗത്തെ കിട്ടാൻ ആനന്ദിക്കുമ്പോൾ സ്വർഗം കിട്ടാൻ ഒരു സബബുണ്ടാവും. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് ലാ നുകല്ലിഫു നഫ്സൻ ഇല്ലാ വസ്അഹാ
ഉലൈക അസ്ഹാബുൽ ജന്ന ഹും ഫീഹാ ഖാലിദൂൻ ونزعنا ما في صدورهم من غل تجري من تحتهم الأنهار وقالوا الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله لقد جاءت رسل ربنا بالحق ونودوا أن تلكم الجنة أورثتموها بما كنتم تعملون ونادى أصحاب الجنة أصحاب النار أن قد وجدنا ما وعدنا ربنا حقا فهل وجدتم ما وعد ربكم حقا قالوا نعم فأذن مؤذن بينهم اللعنة الله على الظالمين. സൂറത്തുൽ അറാഫിന്റെ 42, 43, 44 വചനങ്ങളാണ് ഓടിയത്. വല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, വിശ്വാസികളും ദൃഢമായ വിശ്വാസമുള്ളവരും സൽക്കർമ്മങ്ങൾ ചെയ്തവരും. അതാണ് ഇതിന്റെ ഏറ്റവും അടിസ്ഥാനം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. വിശ്വാസമില്ലാതെ, ഈമാനില്ലാതെ ഒരിക്കലും സ്വർഗത്തിൽ കടക്കുകയില്ല. ഈമാൻ എന്നതിന് വിശ്വാസം എന്ന പരിഭാഷ പറഞ്ഞുകൂടാ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്, ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. ചില വാക്കുകൾക്ക് പരിഭാഷയും ഉണ്ടാവില്ല, അങ്ങനെയും ഉണ്ടാവില്ല. ഈമാൻ സമം ഈമാനാണ്. ഈമാനിന് പരിഭാഷയുമില്ല. എന്തിനു പരിഭാഷ ആഗ്രഹിക്കരുത്. ഈമാനിന് പരിഭാഷയില്ല. ഈമാൻ സമം ഈമാനാണ്. സത്യവിശ്വാസം എന്ന് പറഞ്ഞാലും മതിയാവില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തുകൊണ്ട്? ഓരോരുത്തരും തങ്ങളുടെ വിശ്വാസം സത്യമാണെന്ന് ധരിക്കുന്നവരാണ്. അത് കമ്മ്യൂണിസ്റ്റിനും ക്യാപിറ്റലിസ്റ്റിനും ഉണ്ട്. അവരവരുടെ വിശ്വാസങ്ങൾ അവർ സത്യമാണെന്ന് ധരിക്കും. അപ്പോൾ താൻ ധരിക്കുന്ന സത്യമല്ല സത്യത്തിൽ സത്യവിശ്വാസം. സത്യവിശ്വാസം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ നൂറാണ്. അത് ലഭിച്ച ആൾ സത്യത്തിലെ ആകും. അത് അള്ളാഹുവിന്റെ മൗഹിബത്താണ്. അള്ളാഹു നമുക്ക് നൽകട്ടെ. അതൊരു വലിയ വെളിച്ചമാണ്. ഞാൻ പറയുന്നതിനപ്പുറവും വലിയതാണ്. എന്തുകൊണ്ട്? എല്ലാം പറഞ്ഞു തീർക്കാനും സാധ്യമല്ല. പറയുന്നതിനും അപ്പുറമായ അവാച്യമായ ചില കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് ഈമാൻ എന്ന് പറയുന്നത്. അങ്ങനെയാണ്. ഈമാനിന് ഒരു പരിഭാഷ പറയാനോ ഈമാനിനെ വിശദീകരിക്കാനോ സാധ്യമല്ല. ഈമാൻ എന്ന് പറഞ്ഞാൽ മൂടുപടങ്ങളില്ലാത്ത സത്യത്തിൽ മനുഷ്യനെ എത്തിച്ചേർക്കുന്നതാണ്. ഒരു ഉദാഹരണം വേണമെങ്കിൽ പറയാം. എല്ലാ മനുഷ്യർക്ക് ഒരകലം മനുഷ്യന് ഒരു മറയായി നിൽക്കുന്നുണ്ടല്ലോ. എന്നാൽ ആകാശങ്ങൾ പോലും ഈമാൻ പൂർത്തിയായ മനുഷ്യന് മറയാവുകയില്ലെന്ന് പുണ്യനബി പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലൗലാ അന്നശ്ശയാത്വീൻ യഹൂമുന അലാ ഖുലൂബി ബനി ആദം ലനളറു ഇലാ മലകൂതിസ് സമാ. ഈമാൻ പൂർത്തിയായ ആൾ പിശാചിനെ ഓടിക്കുമ്പോൾ ഈമാൻ പൂർത്തിയാവും. അവൻ ഇവിടെ ഇരുന്നാൽ ആകാശങ്ങളുടെ സമുന്നത ലോകങ്ങൾ കാണുമെന്ന് സയ്യിദുനാ മുഹമ്മദ് കണ്ടിട്ടുണ്ട്. കണ്ടവരുണ്ട്, കണ്ടിട്ടുമുണ്ട് ധാരാളം മഹാന്മാർ. സയ്യിദുനാ ഇബ്രാഹിം കണ്ടിട്ടുണ്ട്. കദാലിക നുരി ഇബ്രാഹിം മലകൂതസ് സമാവാത്. ആകാശത്തിന്റെ നിഗൂഢ ലോകങ്ങൾ ബാബിലോണിയയിൽ ഇരുന്ന ഇബ്രാഹിമിന് നാം കാണിച്ചു കൊടുത്തു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അപ്പോൾ ബാബിലോണിൽ നിന്ന് സയ്യിദുനാ ഇബ്രാഹിമിന് ആകാശലോകങ്ങൾ അകലമുണ്ടായിരുന്നില്ല. കാരണം അത് ഈമാനാണ്. ആകാശത്തും മേലും ഭൂമിക്ക് താഴെയും അവരെ കൊടി നീളം അത്തിരയുള്ളവർ എന്ന് പറയുന്ന ഒരു വാക്ക് മഹന്തിമാനയിലുണ്ട്. ഈമാനാണ് ഇതിന് കാരണം. ഈമാനിന് പിന്നെ മറയുണ്ടാവുകയില്ല. അപ്പോൾ പിന്നെ നഹാവട്ടിലെ പടയെ മദീനയിലെ മിമ്പറിൽ നിന്ന് നിയന്ത്രിക്കാൻ ഉമറിന് കഴിയും റളിയല്ലാഹു അൻഹു. ഈമാനാണ് ഇതിന് കാരണം. വേറെ ഒന്നുമല്ല ഈമാനാ കാരണം. ഈമാൻ ഉണ്ടാകുന്നില്ല, പിന്നെ മറയുണ്ടാവില്ല. ഒരാൾ അങ്ങാടിയിൽ വെച്ച് ഏതോ ഒരു ജൂതപ്പെണ്ണിനെ ഒരു നോക്ക് നോക്കിപ്പോയി. പിന്നെ മദീന പള്ളിയിൽ വന്നപ്പോൾ സയ്യിദുനാ ഉസ്മാൻ ഉണ്ട് റളിയല്ലാഹു അൻഹു. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞപ്പോൾ സയ്യിദുനാ ഉസ്മാൻ സലാം മടക്കാൻ പോലും അല്പം മടിച്ചുപോയി. അയാൾക്കും എന്തോ ഒരു പന്തിയല്ലാന്ന് തോന്നി. കയറി വന്നപ്പോൾ ഉസ്മാൻ പറഞ്ഞു, തഖൂലുന അഹ്ലുൽ ഖുർആനി വസ്സുന്ന വഅലാമത്തു സിന ലാഹിറത്തുൻ അലൈക്കും. ഈമാന്റെ ഇസ്ലാമിന്റെ ആളാണ്, ഖുർആന്റെ ആളാന്ന് പറഞ്ഞു നടന്നാ പോരാ, മുഖത്ത് സിനയുടെ അടയാളം വെച്ച് നടക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ ബേജാറായി. ഞാൻ ഇപ്പോൾ അങ്ങാടിയിൽ ഏതോ എവിടെ വെച്ചോ ഒരു ജൂതപ്പെണ്ണിനെ നോക്കിയതിനെയാണല്ലോ സയ്യിദുനാ ഉസ്മാൻ സൂചിപ്പിച്ചത്. ഖലീഫയാണ് സയ്യിദുനാ ഉസ്മാൻ അന്ന് റളിയല്ലാഹു അൻഹു. ഈ ആൾ അത്ഭുതത്തോടെ ചോദിച്ചു, അനസലൽ വഹ്യു ബഅദ റസൂലില്ലാഹി യാ അമീറൽ മുഅ്മിനീൻ,
അള്ളാഹുവിന്റെ ഹബീബ് മരിച്ചിട്ടും ഇവിടെ വഹയിറങ്ങുന്നുണ്ടെന്ന് ചോദിച്ചു. ഇല്ല, വലാകിൻ ഫിറാസത്തുൻ സാദിഖ എന്ന് പറഞ്ഞു. എന്റെ കണ്ണുകൊണ്ട് നോക്കിയാൽ എനിക്കത് കാണാൻ കഴിയും എന്ന് പറഞ്ഞു. അങ്ങനെയാ ഇത്തഖു ഫിറാസത്തൽ മുഅ്മിനി ഫഇന്നഹു യൻദുറു മിൻ നൂരില്ലാഹി എന്ന് പുണ്യനബി. മുഅ്മിനായ മനുഷ്യന്റെ കണ്ണിനെ പേടിക്കണം, അവന്റെ കണ്ണിൽ ഈമാന്റെ പ്രകാശം ഉണ്ടാകുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഈമാൻ. അതിന് മറയില്ലാത്ത കാര്യമാണ് ഈമാൻ. ഈമാൻ നേടുക എന്ന് പറഞ്ഞാൽ തീരാത്തൊരു സംഗതിയുമാണ്. അത് നേടുന്നതിനേക്കാൾ വലിയതാണ് വീണ്ടും നേടുന്നത്. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ എന്ന് പ്രാർത്ഥിച്ചത് സയ്യിദുനാ മുഹമ്മദ് നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. നൽകണമേ, വീണ്ടും നൽകണമേ. എമ്പാടും അള്ളാഹു നൽകിയതും മുഹമ്മദ് നബിക്ക. പക്ഷേ ഒരു കാര്യത്തിന്റെ മാത്രം ആർത്തി മുഹമ്മദ് നബിക്ക് അവസാനിച്ചിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഈമാനിന്റെ ആർത്തിയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് വല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത് ലാ നുകല്ലിഫു നഫ്സൻ ഇല്ലാ വസ്അഹാ. അത്തരം ആളുകൾക്ക് അവർക്ക് കഴിയുന്നതേ നാം കൽപ്പിക്കുകയുള്ളൂ. ഒരിക്കലും അവർക്ക് കഴിയാത്തത് കൽപ്പിക്കില്ല. സത്യവിശ്വാസിക്ക് കഴിയുന്നതേ. അവർ തൂക്കുമരമാണെങ്കിലും ആ തൂക്കുമരം പുഞ്ചിരിച്ച് സ്വീകരിക്കാൻ അവർക്ക് കഴിയും. എന്തും ഇതൊന്നും അവർക്കൊരു വിഷയമുള്ള കാര്യമല്ല. പുഞ്ചിരിച്ച് തൂക്കുമരത്തിലേറിയ ആളുകൾ ഉണ്ടായിട്ടുണ്ട് ചരിത്രത്തിൽ. ഒന്ന് സയ്യിദുനാ ഖുബൈബ് ഇബ്നു അലിയാണ് റളിയല്ലാഹു അൻഹു. ഈമാനാണ് കാരണം. വേറൊരു സ്വഹാബിയെ അസ്വദുൽ അനസി ലഅനത്തുല്ലാഹി അലൈഹി, മുഹമ്മദ് നബിയെ ഉപേക്ഷിച്ചിട്ടില്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നിട്ട് നിന്റെ തല അറത്തിട്ട് ഞാൻ ഈ പുഴയിലേക്ക് എറിയുമെന്ന്. എറിഞ്ഞോ? മുഹമ്മദ് നബി ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. കള്ളപ്രവാചകൻ അസ്വദും പട്ടാളവും ചേർന്ന് ഈ സ്വഹാബിയുടെ തല അറുത്തിട്ട് നദിയിലേക്ക്, നദിയുടെ കുഞ്ഞോളങ്ങളിൽ ഈ തല ഇങ്ങനെ ഒഴുകി നടന്നു. എന്നിട്ട് ഉടലില്ലാത്ത തല ചിരിക്കാൻ തുടങ്ങിയെന്ന് ഹാഫിദ് ഇബ്നു കസീർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉടലില്ലാത്ത തല ഇങ്ങനെ ചിരിച്ചു. പുഴക്കരയിൽ നിൽക്കുന്ന അസ്വദുൽ അനസി എന്ന കള്ളനെ നോക്കിയിട്ട് ഈ ഉടലില്ലാത്ത തല ചിരിച്ചിട്ട് പറഞ്ഞു, യഖൂലു അഖൂലു കലിമത റബ്ബി യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. എന്റെ റബ്ബ് എന്നെ വിളിക്കുന്നത് എന്റെ ചെവിയിലൂടെ ഞാൻ കേൾക്കുന്നുണ്ട് എന്ന് ആ മനുഷ്യൻ വിളിച്ചു പറഞ്ഞു. മനുഷ്യനല്ല, ഉടലില്ലാത്ത തല. അത് ഈമാനാണ്. ഈമാനിന് അതിർത്തികളില്ല. അത് മരണശേഷവും വളരെ വലിയ അത്ഭുതങ്ങൾ കാണിക്കും ഈമാനിന്. ഈമാൻ എന്നത് അള്ളാഹുവിന്റെ ദാനമാണ്. അൽ ഹിദായത്തു അംറും മിൻ ലദൈഹി. അള്ളാഹു നൽകിയവർക്ക് മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. അള്ളാഹു നമുക്ക് നൽകട്ടെ. അത് അധ്വാനിച്ച് നേടാൻ പോലും കഴിയില്ല. അത് അള്ളാഹു നൽകണം. പ്രശ്നം തരട്ടെ. അള്ളാഹു തെരഞ്ഞെടുക്കണം. അപ്പോൾ അവൻ ഈമാൻ കൊണ്ട് അനുഗ്രഹിക്കും. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. നിങ്ങൾ ആഗ്രഹിച്ചവർക്ക് പോലും ഈമാൻ കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് പുണ്യനബിയോട് പറഞ്ഞു അള്ളാഹു. വിശുദ്ധ ഖുർആനാണ്. അള്ളാഹു അത് ദാനമായി നമുക്ക് തരട്ടെ. ഉലൈക അസ്ഹാബുൽ ജന്ന ഹും ഫീഹാ ഖാലിദൂൻ. അവരാണ് സ്വർഗീയ വാസികൾ. അവർക്കാണ് സ്വർഗത്തിൽ അങ്ങനെ സ്ഥിരമായി അങ്ങനെ താമസിക്കാൻ കഴിയുക. വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഇല്ല തജ്രി മിൻ തഹ്തിഹിമുൽ അൻഹാർ. വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ. ശ്രദ്ധിക്കണേ, സ്വർഗത്തിൽ കിടക്കുന്ന നേരത്ത് തന്നെ അവരുടെ ഉള്ളിൽ ചെറിയ ചില വിദ്വേഷങ്ങൾ ഉണ്ടെങ്കിൽ ആ വിദ്വേഷം നീക്കി കളഞ്ഞിട്ടേ സ്വർഗത്തിൽ കയറ്റുകയുള്ളൂ. അത് സ്വർഗത്തിന്റെ പ്രത്യേകതയാണ്. ഭാഗത്തേക്ക് ഒന്നും കൂടി ഹദീസിലേക്ക് ഞാൻ വരാം. അങ്ങനെ ചെറിയ ഒരു ഈർഷ്യതയൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം. മുഅ്മിനാണെങ്കിലും ചെറിയ ഒരു ഈർഷ്യതയൊക്കെ ഉണ്ടാകാം ഒരാളോട്, ഒരു കാര്യത്തോട്. ചെറുത് അതുപോലും നീക്കും. പോര്, വിദ്വേഷം, അതുപോലും സത്യവിശ്വാസികളാണെങ്കിലും ഒരല്പമൊക്കെ ചില ഓരൊക്കെ ഉണ്ടാകാം. അങ്ങനെയാണ്. അല്പം എന്തെങ്കിലും ചെറിയ മൂന്ന് കാര്യം ഒരാളിൽ നിന്നും ഒഴിവാവുകയില്ലെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് അൽ ഹസദു, അസൂയ. മുഅ്മിന് പോലും അസൂയയുണ്ടാവും. വല്ലന്നു, എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകുമ്പോഴത്തേനും ഒരാളെ കുറിച്ച് ചീത്ത വിചാരം. ഒത്തീറത്തു, ലക്ഷണ നോട്ടം.
അത് ശരിയായില്ലല്ലോ, എന്റെ ലക്ഷണം തെറ്റിയല്ലോ എന്നിങ്ങനെ. ഇപ്പോൾ ഇന്ന് രാവിലെ നല്ല മഴ പെയ്തു, ഇതിൽ ലക്ഷണം തെറ്റിയ ആളുകൾ ഈ കൂട്ടത്തിലുണ്ടാവും. മഴ പെയ്തല്ലോ നല്ല മുഅ്മിനീങ്ങളാ എന്നാലും ഉണ്ടാവും. എന്തോ 9 ദിവസം മഴ പെയ്യാതെ ഇന്നെന്ത് മഴയാ. ഇങ്ങനെ ഒരു ഭൂമിയിലേക്ക്, ഒരു നാട്ടിലേക്ക്, ഒരു ഉമ്മത്തിന് അസ്ലഹായ കാര്യം കൊടുക്കാനേ റബ്ബിന് ഇന്നത്തെ മഴ വലിയ അത്ഭുതമുള്ള മഴയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അബ്ദിന് നല്ലത് മാത്രമേ മഅബൂദ് ചെയ്യൂ. അതിന് മഅബൂദിനെ ആശ്രയിക്കണം, അബ്ദിനെ ആശ്രയിക്കരുത്. അപ്പോഴേ ഈമാൻ ഉണ്ടാവുള്ളൂ. അബ്ദിനെ ആശ്രയിക്കണവർക്ക് ഈമാൻ ഉണ്ടാവില്ല. മഅബൂദിനെ ആശ്രയിക്കണം. അല്ലാഹു മഅബൂദിനെ ആശ്രയിക്കാൻ നമുക്ക് ബോധം തരട്ടെ. അതാണ് തവക്കുൽ, അതാണ് ഈമാൻ. ونزعنا ما في صدورهم من غل تجري من تحتهم الأنهار. സ്വർഗത്തിൽ കയറുന്നിടത്തൊരു പുഴയുണ്ട്. ആ പുഴ വേഗം പറഞ്ഞു പോര് കളയാന്നുള്ളടത്ത് പുഴ പറയുന്നുണ്ട്. എന്ത്? പുഴയെന്ന് കുടിപ്പിക്കുകയും കുളിപ്പിക്കുകയും ചെയ്യും. ആദ്യം സ്വർഗത്തിൽ കയറ്റുന്നിടത്ത് തന്നെ ഒരു പുഴയുണ്ട്. ആ പുഴയെന്നാണ് കുടിപ്പിക്കുന്നതോടുകൂടെ അവരുടെ ഉള്ളിലുള്ള വിദ്വേഷങ്ങൾ മുഴുവനും ഇല്ലാതെ. പിന്നെ ഇല്ല ഖീലൻ സലാമൻ സലാമാ, സമാധാനം എന്നല്ലാത്തൊരു വാക്ക് അവർക്ക് പറയാൻ കഴിയില്ല. ഒന്നും ഉണ്ടാവില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല. അല്പമുള്ള വിദ്വേഷം വരെ ഇല്ലാതെയാക്കും, കുളിപ്പിക്കും. പിന്നെ മനോഹരമായ വർണ്ണം ഉണ്ടാവും ആ ഭാഗത്തേക്ക് വരാൻ. وقالوا الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله لقد جاءت رسل ربنا بالحق. ഞങ്ങളുടെ റബ്ബിന്റെ സത്യത്തിന്റെ പ്രവാചകന്മാർ ഞങ്ങളുടെ അടുത്ത് വന്നിരുന്നല്ലോ, അത് ഞങ്ങൾ വിശ്വസിക്കാൻ റബ്ബ് ഞങ്ങൾക്ക് ഭാഗ്യം തന്നല്ലോ. അങ്ങനെ റബ്ബ് ഞങ്ങളെ ഇങ്ങോട്ട് എത്തിച്ചല്ലോ. റബ്ബ് ഞങ്ങൾക്ക് സൗഭാഗ്യം തന്നില്ലെങ്കിൽ ഒരിക്കലും ഞങ്ങൾക്ക് ഇവിടെ എത്താൻ കഴിയില്ലല്ലോ. അപ്പോഴും ചിന്ത റബ്ബിന്റെ അനുഗ്രഹത്തെ കുറിച്ചാണ്, തരാത്തതിനെ കുറിച്ചല്ല, തന്നതിനെ കുറിച്ചാണ് മുഅ്മിനീങ്ങൾ ചിന്തിക്കുക. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. وَنُودُوا أَن تِلْكُمُ الْجَنَّةُ أُورِثْتُمُوهَا بِمَا كُنْتُمْ تَعْمَلُونَ. വിളിയാളമുണ്ടാകും. ഇതാണ് നിങ്ങൾക്ക് അനന്തരമായി നിങ്ങൾ കർമ്മം ചെയ്തപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞിരുന്നില്ലേ, അതാണ് ഈ സ്വർഗം എന്ന ഒരു വിളിയാളവും ആ സ്വർഗപ്രവേശന സന്ദർഭത്തിൽ അവർക്കുണ്ടാകും. സ്വർഗപ്രവേശനമാണ് ഈ പറയുന്ന ആയത്ത്. ونادى أصحاب الجنة أصحاب النار أن قد وجدنا ما وعدنا ربنا حقا. ആ പ്രവേശന നേരത്ത് തന്നെ സ്വർഗത്തിലെ കയറുന്ന വിശ്വാസികൾ നരകക്കാരോട് വിളിച്ചു ചോദിക്കും, ഞങ്ങളോട് റബ്ബ് പറഞ്ഞത്, ഞങ്ങൾ വാസ്തവമാക്കിയത് ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു, നിങ്ങൾക്ക് കിട്ടേണ്ടത് നിങ്ങൾക്കും കിട്ടിയില്ലേ എന്ന് വിളിച്ചു ചോദിക്കും. വല്ലാത്തൊരു രംഗാണ്. പടച്ചോനെ അങ്ങനെ വിളിച്ചു ചോദിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. അള്ളാഹു ഭാഗ്യം തരട്ടെ. ഇതൊന്നാം പാർട്ടിക്കാരുടെ ഭാഗ്യമാണ്. അള്ളാഹു നമുക്ക് തരട്ടെ. അള്ളാഹു നരകസ്പർശമില്ലാത്ത സ്വർഗം തരട്ടെ. നരകസ്പർശമില്ലാതെ സ്വർഗം തരട്ടെ. നമ്മൾ അതിനൊന്നും അർഹരല്ലെങ്കിലും ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ല വലാ അഖ്വാ അലാ നാരിൽ ജഹീമി فهب لي توبة فاغفر ذنوبي فإنك غافر ذنب العظيم. ഇപ്പോൾ പഠിക്കണം. ഈ ബൈത്ത് സിദ്ദീഖുൽ അക്ബറിന്റെ ബൈത്താണ്. ഈ ബൈത്ത് സിദ്ദീഖുൽ അക്ബറിന്റെതാ. ഈ ബൈത്ത് പോലും ഇസ്തിഗ്ഫാർ. ഈ ബൈത്ത് ഒരാൾ പാടി നടന്നാൽ, മോട്ടോർ സൈക്കിൾ പോകുമ്പോൾ ഈ ബൈത്ത് ഒരാൾ പാടിയാൽ, വണ്ടിയിലിരുന്ന ഒരാൾ ഈ ബൈത്ത് പാടിയാൽ, തമാശക്ക് പാടിയാലും അള്ളാഹു പൂർത്തിയാലും. ഇത് സിദ്ദീഖുൽ അക്ബറിന്റെ ബൈത്താ. ഈ ബൈത്ത് ഇസ്തിഗ്ഫാർ. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ല വലാ അഖ്വാ അലാ നാരിൽ ജഹീമി فهب لي توبة فاغفر ذنوبي فإنك غافر ذنب العظيم. എല്ലാവരും അറിയുന്നവർ ഉറക്കെ ചെല്ലിയാലേ അറിയാത്തവർക്ക് പഠിക്കാൻ കഴിയും. ഇലാഹി എന്റെ പടച്ചവനെ ലസ്തു ലിൽ ഫിർദൗസി അഹ്ല. സിദ്ദീഖുൽ അക്ബറിന്റെ ബൈത്ത. സ്വർഗത്തിന് വേണ്ടി മാത്രമുള്ള പണിയൊന്നും ഈ സിദ്ദീഖ്, ഈ അബൂബക്കർ ചെയ്തിട്ടില്ല. എന്നാൽ നരകത്തിൽ കയറാനുള്ള കരുത്തും എനിക്കില്ല. സ്വർഗത്തിന്റെ പണിയൊന്നും ഞാൻ ചെയ്തിട്ടില്ല.
പക്ഷെ നരകത്തിൽ കയറാൻ എനിക്ക് കഴിവില്ല, എനിക്ക് കരുത്തില്ല. അതുകൊണ്ട് എന്റെ തൗബ സ്വീകരിക്കണം, മനസ്സറിഞ്ഞ് ഇന്നത് പറയണം എല്ലാരും. ഇന്ന് നമ്മുടെ തൗബ സ്വീകരിക്കണം. തൗബതൻ ഫഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറു ദംബിൽ അലീം. ഏത് മഹാകുറ്റവും പൊറുക്കുന്നത് നീ മാത്രമാണ്. അതുകൊണ്ട് നീ പൊറുത്തരണേ. മനസ്സറിഞ്ഞോട്ട് പറയാ പടച്ചവനോട്. എല്ലാരും ഇന്ന് മനസ്സറിഞ്ഞിട്ട് പറ. ഇവിടെ ഇരുന്ന് കണ്ണീരൊറ്റിച്ചോ, കണ്ണുനീരുണ്ടെങ്കിൽ അത് നരകത്തിന്റെ ചൂട് എത്ര വലുതാണെങ്കിലും അള്ളാഹുവിനെ ഓർക്കുന്ന കണ്ണുനീരിന് നരകത്തിനെ കെടുത്താൻ കഴിയുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കരഞ്ഞോ, ഇവിടുന്ന് കരഞ്ഞാൽ ഇവിടുന്ന് സ്വർഗം വാങ്ങിപ്പോകാം. ഇത് മുഅ്മിനീങ്ങളുടെ സദസ്സാണ്. മുഅ്മിനീങ്ങളുടെ സദസ്സിൽ കരഞ്ഞാൽ സ്വർഗം വാങ്ങിപ്പോകാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വല്ലാത്ത സദസ്സാ. ഈ സദസ്സ് കരഞ്ഞാൽ സ്വർഗം വാങ്ങിപ്പോകാം. لا يلج النار أحد بكى من خشية الله. അല്ലാഹുവിനെ പേടിച്ച് കരയുന്നവർ നരകത്തിൽ കിടക്കുകയില്ല. حتى يعود اللبن في الضرع. കറന്നെടുത്ത പാൽ അകിട്ടിലേക്ക് കയറിയാൽ പോലും അല്ലാഹുവിനെ പേടിച്ച് കരഞ്ഞവൻ നരകത്തിൽ കയറൂല എന്ന് മുഹമ്മദ് മുസ്തഫ. എന്തൊരു വാക്കാണ്! لا يدخل النار أحد بكى من خشية الله. لا يلج النار. നരകത്തിൽ കടക്കുകയില്ല അഹദുൻ ഒരാളും. ബകാ മിൻ ഖശിയത്തില്ലാ. ലാ യലിജു النار അഹദു ബകാ മിൻ ഖശിയത്തില്ലാ. അല്ലാഹുവിനെ പേടിച്ച് കരയിൽ പടിവാക്കിയവർ നരകത്തിൽ കടക്കുകയില്ല. ഹത്താ യഊദൽ ലബനു ഫിൽ ലർഇ. കറന്നെടുത്ത പാൽ അകിട്ടിലേക്ക് കടന്നാൽ പോലും എന്ന് ഹബീബായ നബി. ഈ ഹദീസ് ഇമാം തുർമദി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കുക. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഇവിടുന്ന് കരഞ്ഞോളൂ. സ്വർഗം വേണ്ടി കരയാ, നരകം വേണം. ഇതിനെ തൊട്ട് രക്ഷപ്പെടാനും കരയാ. സ്വർഗം വേണ്ടി നരകത്തിന് രക്ഷപ്പെടാനും അല്ലാഹു നരകത്തിന് രക്ഷപ്പെടുത്തി തരട്ടെ. ആ വിളിച്ചോയ്ക്കുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് തരട്ടെ. അസ്ഹാബുൽ ജന്നത്തി അസ്ഹാബൻ നാർ അൻ ഖദ് വജദ്നാ മാ വഅദനാ റബ്ബുനാ ഹഖ്ഖാ. ഞങ്ങളുടെ റബ്ബ് ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഫഹൽ വജദ്തും മാ വഅദ റബ്ബുക്കും ഹഖ്ഖാ. നിങ്ങളുടെ റബ്ബ് കരാർ ചെയ്തത് നിങ്ങൾക്കും കിട്ടിയില്ലേ? ഖാലു. നരകക്കാർ നരകപ്രവേശിത നേരത്തെ അവരിങ്ങോട്ടും പറയും അത് ഞങ്ങൾക്കും കിട്ടിപ്പോയി. ഞങ്ങളും ശ്രദ്ധിക്കാതെ ഞങ്ങളും ഇതിൽ വന്നുപോയി, ഞങ്ങളും പെട്ടുപോയി, ഞങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. ഉടനെ വിളിയാളമുണ്ടാവും. അക്രമികൾക്ക് നാശം, അക്രമികൾക്ക് ശാപം എന്നുടനെ വിളിയാളമുണ്ടാവുകയും ചെയ്യും. അല്ലാഹു സൂറത്തു സുഖ്റുഫ് 42 മുതൽ 44 വരെയുള്ള വചനങ്ങളാണ് ഈ ഓടിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. സ്വർഗ്ഗപ്രവേശത്തിന്റെ ഘട്ടമാണ് ഈ പറയുന്നത്. ഞാൻ ഇതിന്റെ ഹദീസ് ഒന്ന് വിശദീകരിക്കാം. ഖലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുസാഖുൽ ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറാ. സ്വർഗ്ഗാവകാശികളെ കൂട്ടം കൂട്ടമായി സ്വർഗ്ഗത്തിന്റെ പടിവാതിലേക്ക് അങ്ങനെ കൊണ്ടുപോകും. സ്വർഗത്തിന്റെ വാതിലിലേക്ക് അവരെത്തിച്ചേരുമ്പോഴാകട്ടെ ആ വാതിലിന്റെ അടുത്ത് ഒരു മരമുണ്ടായിരിക്കും. ആ മരച്ചുവട്ടിൽ നിന്ന് പുറപ്പെട്ടുകൊണ്ടിരിക്കും, ഒഴുകുന്നുണ്ടാകും. ഐനാനി തജ്രിയാനി, 2 സമൃദ്ധമായി ഒഴുകുന്ന പുഴകൾ. ശ്രദ്ധിക്കണേ, ഹബീബ റസൂലുള്ള പറയാണ്. ഈ ആയത്തിന്റെ വിശദീകരണമാണ് പറയുന്നത്. ഈ ആയത്തിന്റെ എന്ന ആയത്തിന്റെ വിശദീകരണമാണ് മുസ്തഫ നബി പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിന്റെ അടുത്ത് ചെല്ലുമ്പോൾ വാതിലിന് തൊട്ട് വലിയ മരമുണ്ടാകും. ആ മരത്തിന്റെ ചുവട്ടിൽ നിന്ന് മനോഹരമായ അരുവികൾ ഇങ്ങനെ ഒഴുകുന്നുണ്ടാവും. അങ്ങനെ ഒരു പുഴയിലേക്ക് അവരെ നയിക്കും, ഒരു പുഴയിലേക്ക് കൊണ്ടുപോകും. അവിടേക്ക് അവർ ചെല്ലും. അവരെ ചെല്ലാൻ അവരോട് കൽപ്പിക്കപ്പെട്ടതുപോലെ ഉണ്ടാകും. ആ വെള്ളത്തിൽ നിന്ന് അവർ കുടിച്ചാൽ ആ വെള്ളം ആ പുഴ ഇല്ലാതാക്കി കളയും. എല്ലാം എന്തൊക്കെ വൃത്തികേടുണ്ടോ ആ വെള്ളം കുടിക്കുന്നതോടുകൂടെ മിൻ അദൻ ഔ ഖദൻ, എല്ലാ മാലിന്യവും എല്ലാ വൃത്തികേടും എന്ന്
ആശയപരമായ വൃത്തികേട്, 2 ശാരീരികമായ വൃത്തികേട്. അത് കുടിക്കുന്ന പെണ്ണിന് പിന്നെ ഹൈലുണ്ടാവില്ല. ആൻ എക്സാമ്പിൾ, അത് കുടിക്കുന്നവർക്ക് പിന്നെ മൂത്രം ഉണ്ടാവില്ല, പിന്നെ കാഷ്ടം ഉണ്ടാവില്ല. സ്വർഗത്തിലുള്ളവർ കാഷ്ടിക്കുകയും മൂത്രിക്കുകയും ചെയ്യുകയില്ലെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ചോദിച്ചു, പിന്നെ ഫകൈഫ തഖ്റുജുൽ ബഖിയ, പിന്നെ എങ്ങനെയാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ജൂഡന്മാരാണ് നബിയോട് ചോദിച്ചത്, പിന്നെ എങ്ങനെ ഈ വേസ്റ്റ് ഒക്കെ പുറത്തു പോകാം? അപ്പോൾ ഹബീബ് പറഞ്ഞു, വലാകിൻ യതഅറഖൂന, സ്വർഗ്ഗവാസികൾ വിയർക്കും. അറഖുഹും അത്യബു മിൻ റീഹിൽ മിസ്കി, വിയർപ്പിന് കസ്തൂരിയേക്കാൾ സുഗന്ധവും ഉണ്ടാവും. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. അങ്ങനെ ഒന്നാണ് അവർ കുടിക്കും. അതോടുകൂടെ എല്ലാം അവരുടെ ശരീരത്തിന് എല്ലാ വൃത്തിയോടും പോകും. ഒരു പുഴയിൽ നിന്ന് കുടിക്കും. അതിന് അവർ 2ാമത്തെ പുഴയുടെ അടുത്ത് ചെല്ലും. അവിടെ നിന്ന് അവർ ശുദ്ധീകരിക്കുകയും ചെയ്യും. ഒരു മനോഹരമായ ഒരു വർണ്ണം അവരെ ഇങ്ങനെ മൂടും. ഒരു മനോഹരമായ വർണ്ണം. സ്വർഗത്തിൽ പ്രവേശിക്കുന്ന എല്ലാവർക്കും ജമാലു യൂസുഫ, യൂസുഫിന്റെ സൗന്ദര്യം ഉണ്ടാകുമെന്ന് പുണ്യനബി അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. അങ്ങനെയാ പെണ്ണുങ്ങൾ ആനന്ദിക്കും ആണുങ്ങളുടെ സൗന്ദര്യം കണ്ടിട്ട്. സ്വർഗത്തിൽ ഏറ്റവും കൂടുതൽ സൗന്ദര്യം ആണുങ്ങൾക്കായിരിക്കും. പെണ്ണുങ്ങൾക്ക് സൗന്ദര്യം ഉണ്ടാവില്ല എന്നല്ല, പക്ഷെ ഏറ്റവും കൂടുതൽ സൗന്ദര്യം ആണുങ്ങൾക്കായിരിക്കും. ആണിനെ കാണാൻ ഭൗതിക ലോകത്ത് പെണ്ണിനെ കാണാൻ ആണ് കൊടിക്കുന്നത് പോലെ പാരത്രിക ലോകത്ത് ആണിന്റെ സൗന്ദര്യം കാണാൻ പെണ്ണാണ് കൊടിക്കുക. അത്രയും മനോഹരമായ സൗന്ദര്യമാണ്. കാരണം ആണാണല്ലോ നേതാവ്. അതാ അവിടെ വെച്ചാണ് അള്ളാഹു നൽകുക. ഇവിടെ 2 തട്ടില. ഇവിടെ പെണ്ണിന് സൗന്ദര്യം ആണ് കൂടുതൽ ആണിനേക്കാൾ. പെണ്ണ് തന്നെ പെണ്ണിനെ കാണാൻ ആഗ്രഹിക്കും. അങ്ങനത്തെ ഒരു സൗന്ദര്യം പെണ്ണിനുണ്ടാവും. എന്നാല് സ്വർഗലോകത്തെത്തിയാലോ സൗന്ദര്യം മുഴുവനും ആണിനായിരിക്കും. പെണ്ണുണ്ടാവില്ല എന്നല്ല, പക്ഷെ മനോഹരമായ ഒരു വർണ്ണം ഉണ്ടാവും ആണിന്. മനോഹരായിരിക്കും. എല്ലാവർക്കും ജമാൽ യൂസുഫ്, യൂസുഫിന്റെ സൗന്ദര്യം ഉണ്ടാകുമെന്ന് പുണ്യനബി. അല്ലാഹു നമുക്കൊക്കെ നൽകട്ടെ. ആ വെള്ളത്തിൽ നിന്ന് കുളിക്കുന്നതോടുകൂടെ എല്ലാം ശരിയാവും. പിന്നെ അവരുടെ തൊലിയുടെ കളർ മാറുകയില്ല. ഒരു നല്ല ഒരു കളർ, അറ്റമില്ലാത്ത കാലത്ത് ഒരു കളർ ഉണ്ടാവും അവർക്ക്. അവരുടെ മുടി പിന്നെ വെളുക്കുകയില്ല, നാശമാവുകയില്ല, ജട കുത്തുകയില്ല. ഒരു കുഴപ്പം. ഒരു പ്രത്യേകമായ ഒരു പെയിന്റ് അടിച്ചതുപോലെ ഉണ്ടാകും അവർക്ക്. ഒരു പ്രത്യേകമായ വർണ്ണം, മനോഹരമായ ഒരു പ്രത്യേകമായ ഒരു വെള്ളയും ചുവപ്പുമല്ലാത്ത അതിമനോഹരമായ ഒരു വർണ്ണം അവരിൽ അങ്ങനെ വ്യാപിക്കും. ثم انتهوا إلى خزنة الجنة فقالوا سلام عليكم طيبتم فادخلوها خالدين. ഇതോടുകൂടെയാണ് പിന്നെ അവർ സ്വർഗത്തിന്റെ വാതിലിൽ കയറുക. വാതിലിന് തൊട്ട് മുമ്പാണ്. അതോടുകൂടെ സുഗന്ധവാഹികളെ, മനോഹരമായ വർണ്ണമുള്ളവരെ, സുഗന്ധമാവാഹിച്ചവരെ, കേറുവീൻ കേറുവീൻ, എന്നിട്ട് ഇവിടെ എന്നും വസിക്കുവീൻ എന്നവരോട് പറയപ്പെടുകയും ചെയ്യും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇബ്നു അബി ദുനിയ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കുക. ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ മുത്തഖീന ഫീ ജന്നാതിൻ വഅയൂൻ ഉദ്ഖുലുഹാ ബിസലാമിൻ ആമിനീൻ ونزعنا ما في صدورهم من غل إخوانا على سرر متقابلين لا يمسهم فيها نصب وما هم منها بمخرجين إن المتقين في جنات وعيون. സ്വർഗീയ ആരാമങ്ങളിലും അരുവികളിലുമാണ് ഭക്തന്മാരായ വിശ്വാസികൾ വസിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഉദ്ഖുലൂഹ, അവരോട് പറയപ്പെടും, പ്രവേശിച്ചുകൊള്ളുവീൻ. ബിസ്സലാമിൻ ആമിനീൻ, നിർഭയരായി സമാധാനത്തോടെ, സലാമിന്റെ വചനത്തോടെയും സമാധാനത്തോടെയും ഇങ്ങനെ കേറിക്കൊള്ളൂ. എല്ലാ പോരും എല്ലാ വിദ്വേഷവും അവരുടെ ഹൃദയത്തിൽ നാം നീക്കിക്കളയും. ഇഖ്വാനൻ അലാ സുറുരിൻ മുതഖാബിലീൻ, കട്ടിലുകൾക്ക് മേൽ അവരിങ്ങനെ ഫേസ് ടു ഫേസ് ആയി സഹോദരന്മാരെ പോലെ ഇരിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ലാ യമസ്സുഹും ഫീഹാ നസബുൻ, ഒരു ക്ഷീണവും പിന്നെ അവരെ ബാധിക്കുകയില്ല. സ്വർഗത്തിൽ ഉറക്കമില്ല. എന്തുകൊണ്ട്? ഹബീബായ നബി പറഞ്ഞരുത്, സ്വർഗക്കാർ ഒരിക്കലും ഉറങ്ങുകയില്ല.
ഉറക്കം മരണത്തിന്റെ സഹോദരനാണ്. അതുകൊണ്ട് സ്വർഗവാസികൾ ഉറങ്ങുകയില്ല. അവർക്ക് മരണമില്ലാത്തതുപോലെ തന്നെ ഉറക്കുമില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ക്ഷീണവും ബാധിക്കില്ല. ക്ഷീണം ഉണ്ടാകുമ്പോഴാണല്ലോ ഉറങ്ങുക. ക്ഷീണം ഉണ്ടാകുമ്പോഴാണ് ഉറങ്ങുക. ക്ഷീണം ഉണ്ടാവില്ല. സ്വർഗത്തിൽ ഒന്നും ഉണ്ടാവില്ല. ഏറ്റവും താഴേക്കിടയിലുള്ള ആൾക്ക് പോലും ദുനിയാവിലെ ഈ ലോകത്തെ ഏറ്റവും ശക്തന്മാരായ 100 മല്ലന്മാരുടെ കരുത്ത് അല്ലാഹു നൽകുമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാ. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഹദീസുകളാണ്. 100 മല്ലന്മാരെ കരുത്തുണ്ടാവും. ദുനിയാവിലെ 100 മല്ലന്മാരുടെ കരുത്തുണ്ടാകും ആഖിറത്തിൽ ഒരു മനുഷ്യൻ. ദുനിയാവിലെ ഏറ്റവും താഴേക്കടയിലുള്ള ആൾക്ക് അതിനാ അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ ഏറ്റവും താഴേക്കടയിലുള്ള ആൾക്ക് പോലും ലഹു ഖുവ്വത്തും മിഅത്തി റജുലിൻ 100 കരുകരുത്ത മല്ലന്മാരുടെ കരുത്തുണ്ടാകുമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വസീഖല്ലദീന തഖൗ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وسيق الذين اتقوا ربهم إلى الجنة زمرا حتى إذا جاءوها وفتحت أبوابها وقال لهم خزنتها سلام عليكم طبتم فادخلوها خالدين وقالوا الحمد لله الذي صدقنا وعده وأورثنا الأرض نتبوأ من الجنة حيث نشاء فنعم أجر العاملين وترى الملائكة حافين من حول العرش يسبحون بحمد ربهم وقضي بينهم بالحق وقيل الحمد لله رب العالمين. اللهم اجعلنا منهم. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. വസീഖല്ലദീന തഖൗ റബ്ബഹും, അള്ളാഹനെ സൂക്ഷിച്ച് ജീവിച്ചവരെ നയിക്കപ്പെടും ഇലൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക്. സൂറത്തുൽ സുമറിന്റെ അവസാന ഭാഗമാണത്. ശ്രദ്ധിക്കുക. സുമറൻ കൂട്ടമായി ഇങ്ങനെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകും. ആ സ്വർഗത്തിന്റെ അരികിലേക്ക് അവർ എത്തുമ്പോൾ ആ സ്വർഗവാതിലുകൾ തുറക്കപ്പെടുകയും ചെയ്യും. സ്വർഗം കാക്കുന്ന മലക്കുകൾ അവരോട് പറയും, സലാമുൻ അലൈക്കും ത്വിബ്തും ഫദ്ഖുലുഹാ ഖാലിദീൻ. അതായത് സലാം പറയുന്ന തൊട്ട് മുമ്പാണ് ഞാൻ ആ പറഞ്ഞ ശുദ്ധീകരണം. നേരെ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ മലക്കുകൾ പറയും, ഇങ്ങോട്ട് പറയും. മലക്കുകൾ ഇങ്ങോട്ട് പറയും. ഇവരുടെ വർണ്ണവും ഇവരുടെ ചേതോഹാരിതയും ഇവരുടെ മഹത്വവും കണ്ടിട്ട് പ്രോട്ടോകോൾ മലക്കുകൾ പോലും തെറ്റിച്ചുകൊണ്ടാണ് ആയത്തെന്ന് മനസ്സിലാവുന്നത്. സത്യത്തിലെ അങ്ങോട്ട് ചെല്ലുന്നവരും അവിടെ നിൽക്കുന്നവരും നോക്കിയാൽ സലാം പറയേണ്ടത് ഇവിടുന്ന് ചെല്ലുന്നവരാണ്. എന്നാൽ ഇവര് പ്രത്യക്ഷമാകവേ അവരിങ്ങോട്ട് സലാം പറയും. അത്രയും വലിയ ഇങ്ങോട്ട് സലാം പറയാൻ മാത്രം അവർക്ക് മറ്റുള്ളവർക്ക് കൊടിയുണ്ടാവും. പ്രോട്ടോകോൾ തെറ്റിക്കുമെന്നാണ് മനസ്സിലാവുന്നത്. വഖാലലഹും ഖസനത്തുഹാ, സ്വർഗം കാക്കുന്ന മലക്കുകൾ ഇങ്ങോട്ട് സലാം പറയും. അവരവിടെ നിൽക്കായിരിക്കും, ഇവരങ്ങോട്ട് ചെല്ലുകയായിരിക്കും. അപ്പോൾ അവരാണ് സലാം പറയുക എന്ന് സൂറത്തുൽ സുമറിൽ അള്ളാഹു പറയുന്നുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സലാമുൻ അലൈക്കും ത്വിബ്തും ഫദ്ഖുലുഹാ ഖാലിദീൻ. കേറിക്കോളൂ, എന്നിട്ട് എന്നുമെന്നും ഇവിടെ ശാശ്വതസ്ഥരായി അങ്ങനെ വസിച്ചോളൂ. ഖാലുൽ ഹംദുലില്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഒരു വാക്ക് ഇടയിലാണ് കയറ്റി പറയാം. അൽഹംദുലില്ലാ എന്ന് ഏത് നന്മ കാണുമ്പോഴും അൽഹംദുലില്ലാ എന്ന് പറയലാണ് സ്വർഗത്തിന്റെ ഏറ്റവും വലിയ അർഹത. ഖബറിൽ നിന്ന് എണീക്കുമ്പോൾ ഒരാൾ ഉറങ്ങാൻ കിടന്ന് രാവിലെ എണീക്കുമ്പോൾ ആദ്യം പറയുന്ന വാക്ക് അൽഹംദുലില്ലാ. മരിച്ചു പോയിട്ട് ഖബറിൽ നിന്ന് എണീക്കുമ്പോൾ ആദ്യം പറയുന്ന വാക്ക് അൽഹംദുലില്ലാ. സ്വർഗത്തിൽ കിടക്കുമ്പോൾ ആദ്യം പറയുന്ന വാക്ക് അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ സമനു കുല്ലി നിഅമ, ഏത് നിഅമത്തിന്റെയും വില അൽഹംദുലില്ലയാണ്. പുണ്യനബി തുർമറി ഹബീബായ നബി പറഞ്ഞു, ഇപ്പോൾ പഠിച്ചേക്ക് ഉത്തരപ്പൊന്ന ഹദീസാ. ലാ ഇലാഹ ഇല്ലല്ലാഹു സമനുൽ ജന്ന വ അൽഹംദുലില്ലാഹ് സമനു കുല്ലി നിഅമ. ലാ ഇലാഹ ഇല്ലല്ലാഹു സമനുൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ വില ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അൽഹംദുലില്ലാഹ് സമനു കുല്ലി നിഅമ, ഏതൊരു നിഅമത്തിന്റെയും വില അൽഹംദുലില്ലാഹ്. ഈ ഹദീസ് ഇമാം തുർമദി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേഗം പഠിക്ക് ഇപ്പോൾ തന്നെ. ലാ ഇലാഹ ഇല്ലല്ലാഹു സമനുൽ ജന്ന വ അൽഹംദുലില്ലാഹ് സമനു കുല്ലി നിഅമ. ലാ ഇലാഹ
ഇല്ലല്ലാഹു സമനുൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ വില ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അൽഹംദുലില്ലാഹ് സമനു കുല്ലി നിഅമ, ഏതൊരു നിഅമത്തിന്റെയും വില അൽഹംദുലില്ലാഹ്. എപ്പോഴും അൽഹംദുലില്ലാഹ്. അതായത് കിട്ടാത്തതിലല്ല പറയേണ്ടത്, കിട്ടിയതിൽ അൽഹംദുലില്ലാഹ്. അറബികളെ കണ്ട് പഠിക്കണം. ഇവിടെയൊക്കെ എന്ത് പ്രയാസാണെങ്കിലും എന്താണ് വിഷയം? അൽഹംദുലില്ലാഹ്. കച്ചവടം തീരണ്ടാവില്ല അറബിക്ക്. എങ്ങനെ കൈഫഷുൽ ബാബ അൽഹംദുലില്ലാഹ് അങ്ങനെ പറയാം. നമ്മൾ എന്ത് പറയും? പ്രാവശ്യം വളരെ മോശം, കഴിഞ്ഞൊല്ലം തർക്കമില്ലായിരുന്നു എന്ന് പറയും. കഴിഞ്ഞൊല്ലം എന്റെ എന്ന് പറഞ്ഞത് കഴിഞ്ഞൊല്ലം വളരെ തർക്കമില്ലായിരുന്നു, കൊല്ലം മോശം. ഇവന് നന്നാണ് കൊല്ലേണ്ടാവണില്ല. എന്താണ് നമ്മൾ ഇങ്ങനെ ആയത്? അല്ലാഹു അഅലം. അല്ല ഇവര് എന്താണ് നമുക്ക് ഏത് ഇവിടെ ധരിക്കുന്ന കുറേ കച്ചവടക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈ പാട്ട് പഠിച്ച ആളുകൾ ആ മേക്കവാറും ഇരിക്കണമൊക്കെ ഏതെങ്കിലും അപൂർവമായിട്ട് വല്ല ഖുർആൻ ക്ലാസ്സിനൊക്കെ പോയി നന്നായിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിലും ഖുർആൻ ക്ലാസ് ഞാൻ കരുതി കൂട്ടി പറഞ്ഞതുമാണ്. കാരണം ഈ രംഗത്ത് അള്ളാന്റെ തൗഫീഖോടുകൊണ്ട് കുറച്ച് വ്യത്യാസം ക്ലാസ്സുകൾ കൊണ്ട് ഞാൻ മാത്രമല്ല പലരുടെയും അടിക്കടിയുള്ള കയറ്റുകൾ കൊണ്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അല്ലെങ്കിൽ ഇത് സ്ഥിരം പരിപാടിയാണ്. എന്താ വർത്താനം? എന്തുണ്ട്? കച്ചവടം എങ്ങനെയുണ്ട്? കൊല്ലം വളരെ മോശം. അടുത്തൊല്ലം കണ്ടാലോ? അടുത്തൊല്ലം പറയാം കൊല്ലം വളരെ മോശം, കഴിഞ്ഞൊല്ലം തിരക്കടില്ലായിരുന്നു എന്നാണ്. ഈ തിരക്കടില്ലായിരുന്നു എന്ന് പിറ്റത്തെ കൊല്ലം പറയുന്ന ആ കൊല്ലത്തെ കുറിച്ച് അതിന്റെ തലേ കൊല്ലം പറഞ്ഞത് വളരെ മോശമാണ്. അത് അറബിയോട് ചോദിക്കുക, എത്ര കട പൊളിഞ്ഞ് പാളീസാണെങ്കിലും ബാബ അൽഹംദുലില്ലാഹ് നിഅമ അല്ലേ പറയേ. ഇത് അറബികൾ പറയുന്നത് കേട്ടവരെന്ന് കൈപ്പൊക്കി. അറബികളെ വായിൽ കെട്ടാൻ നമ്മളില്ല. അറബികൾ ആരും കുറ്റം പറയണ്ട, അറബികൾ ഭയങ്കര. അവരിലെ മുഹമ്മദ് എന്ന മനുഷ്യൻ വരൂ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് അവരിലേ വരൂ. അവർ വലിയവർ തന്നെയാ, അവർ സാധാ തന്നെയാ, അവർ കരുത്തുള്ളവർ തന്നെയാ, അവർ തവക്കുലാണ്. അവർ ലാ ഇലാഹ, അതല്ലേ ഖബറിൽ നിന്ന് എണീക്കുന്ന ഒരു മനുഷ്യൻ. അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നൽ ഹസനാ, ഇന്ന് വിഷമം എനിക്കില്ലാതാക്കിയ അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്ന് പറഞ്ഞിട്ടാണ് മുഅ്മിനായ മനുഷ്യൻ ഖബറിൽ നിന്ന് എണീക്കുകയാണ്. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ നിന്ന് എണീക്കുമ്പോൾ പറയുന്ന വാക്ക് ഇങ്ങനെയാ, അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നൽ ഹസൻ, വിഷമമില്ലാതാക്കിയ അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്ന് പറയും. സ്വർഗത്തിൽ കയറുമ്പോഴും വഖാലുൽ ഹംദുലില്ലാഹ് وقالوا الحمد لله الذي صدقنا وعده وأورثنا الأرض نتبوأ من الجنة حيث نشاء فنعم أجر العاملين. ഞങ്ങൾക്ക് കിട്ടി, പണിയെടുത്തവർക്ക് കിട്ടുന്നത് വലിയ ഭാഗ്യമാണല്ലോ, വലിയ കൂലിയാണല്ലോ എന്ന് പറയും. അള്ളാഹു പണിയെടുക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു എല്ലാം കേട്ടോളൂ, വെറുതെ കിട്ടുകയില്ല. പണിയെടുക്കാം, പണിയെടുത്താലല്ലാതെ സ്വർഗം കിട്ടില്ല. പണിയെടുക്കണം റബ്ബിന് വേണ്ടി. എന്ത് പണിയും ഏത് പണിയാ? ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉൽയാ, അള്ളാന്റെ വചനം മേലെയാകാനുള്ള എല്ലാ പണിയും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഉറക്കെ പറ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാം അല്ലാഹുവിന്റെ ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉൽയാ, അള്ളാന്റെ വചനം മേലെയാകാനുള്ള എല്ലാ പണിയും, അള്ളാന്റെ വചനം മേലെയാകണം. അതിനു വേണ്ടിയുള്ള പണികളൊക്കെ മുഅ്മിനീങ്ങൾ ചെയ്യണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ വിശദീകരിക്കണില്ല. ചുരുക്കത്തിൽ സ്വർഗപ്രവേശത്തിന്റെ മനോഹരമായ ഒരു സന്ദർഭത്തെ പറഞ്ഞതാണത്. ഇനി ചില ആയത്ത് കൂടി ഞാൻ കാണിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الأخلاء يومئذ بعضهم لبعض عدو إلا المتقين يا عبادي لا خوف عليكم اليوم ولا أنتم تحزنون الذين آمنوا بآياتنا وكانوا مسلمين ادخلوا الجنة أنتم وأزواجكم تحبرون. കേട്ടോളൂ. സൂറത്തു സുഖ്റൂഫിന്റെ 67, 68, 69, 70 ആയത്തുകളാണ്. സുഖ്റൂഫ് അധ്യായത്തിൽ നിന്നാണ് ഈ ഓടിയത്. ശ്രദ്ധിക്കുക. ഇങ്ങോട്ട് നോക്കും. സ്വർഗത്തിന്റെ ഏറ്റവും വലിയ പ്രധാനം, സ്വർഗത്ത് കയറേണ്ട അവരുടെ പ്രധാനപ്പെട്ട മാനദണ്ഡം മോശപ്പെട്ട ഒരാൾ ചങ്ങാതിയായി ഉണ്ടാകാൻ പാടില്ല എന്നാണ്. ഒന്ന്, അത് ഇന്ന് പരിശോധിക്കണം. നമ്മുടെ ചങ്ങാതിമാരുടെ ലിസ്റ്റിൽ മോശപ്പെട്ടവരുണ്ടെങ്കിൽ ഇന്ന് ഒഴിവാക്കണം.
മോശപ്പെട്ട ചങ്ങാതിമാരുണ്ടെങ്കിൽ സ്വർഗത്ത് കടക്കില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഉറക്കപ്പറ അള്ളാഹു കാക്കട്ടെ. എന്തുകൊണ്ട്? ഒന്ന്, അവൻ നമ്മെ മോശം ഉപദേശിക്കും, അപ്പൊ നമ്മൾ നാശവും. അള്ളാഹു കാക്കട്ടെ. രണ്ട്, അവൻ മഹ്ശറിൽ വെച്ച് പറയും. അങ്ങനെയാ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ തുസ്അലു അൻ സ്വഹബത്തി സാഅ, ഒരു മണിക്കൂറിന്റെ ചങ്ങായിത്തം ഉണ്ടായാലും ചോദ്യം ഉണ്ടാകുമെന്ന് ഹബീബായ നബി. കേൾക്ക് ഹബീബായ നബി പറഞ്ഞു, തുസ്അലു അൻ സ്വഹബത്തി സാഅ, ഒരു മണിക്കൂറിന്റെ ചങ്ങാത്തം ഒരാളോട് ഉണ്ടായാലും ആ ചങ്ങാത്തം കൊണ്ട് നീ ആഖിറത്തിലേക്ക് എന്തു നേടി എന്ന് ചോദ്യമുണ്ടാകുമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്കണം, ഒരാൾ ചങ്ങാതിയാവുമ്പോൾ ശ്രദ്ധിക്കണം. മോശപ്പെട്ട ഒരാളെ കൂട്ടുകാരാക്കരുത്. ബന്ധപ്പെടുന്നവരോടല്ല കൂട്ടുകാരാക്കരുത്, ചങ്ങാതിയാക്കരുത്. മോശപ്പെട്ട ഒരു ചങ്ങാതിയായാൽ നരകം നമ്മുടെ വാസസ്ഥലമാവും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അല്ലാഹു യൗമൈദിൻ ബഅ്ളുഹും ലിബഅ്ളിൻ അദൂൻ ഇല്ലൽ മുത്തഖീൻ. എല്ലാ കൂട്ടുകാരും തമ്മിൽ ശത്രുക്കളാകും. മുത്തഖീങ്ങളല്ലാത്ത എല്ലാ കൂട്ടുകാരും തമ്മിൽ ശത്രുക്കളാവും. അവിടെ മഹ്ശറിലെത്തിയാൽ തമ്മിൽ പഴിചാരുന്ന പണി മാത്രമായിരിക്കും അവരുണ്ടാവുക. അങ്ങോട്ടും കൊണ്ട് അവർ പഴിചാരിക്കൊണ്ടേയിരിക്കും. അവനെ കൊണ്ട് ഞാൻ നാശമായി എന്ന് പറയും, എന്നെ കൊണ്ട് അവൻ നാശമായി, അവനെ കൊണ്ട് ഞാൻ നാശമായി അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അള്ളാഹു കാക്കട്ടെ. നല്ലവരാണെങ്കിൽ നേരെ മുത്തഖീങ്ങൾ, കൂട്ടുകാർ ഒന്നിച്ച്. പടച്ചോൻ അങ്ങനത്തെ ഒരു കൂട്ടുബന്ധം നമുക്ക് തരട്ടെ. അള്ളാഹു നമ്മൾ തമ്മിലുള്ള ഈ കൂട്ടുബന്ധം അള്ളാഹു തആല സ്വർഗത്തിൽ സന്തോഷിതരായി ഇരിക്കാനുള്ള ഒരു കൂട്ടുബന്ധമാക്കി തരട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അത്തരം ആളുകളോട് ബന്ധം വ്യാപിപ്പിക്കാനും വർദ്ധിപ്പിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ശ്രദ്ധിക്കണേ, വിഷമദ്യ ദുരന്തത്തിൽ മരിച്ചു. അതിലുമുണ്ടൊരു ജാഫർ. അവിടെയാണ് നമ്മളെ വേദന. അതിലുമുണ്ടൊരു ജാഫർ. 7-ാം മാസം റമളാൻ. ഹബീബായ റസൂലുള്ള പറഞ്ഞു, ശാരിബുൽ ഖംറി ഇൻ മാ തലഖിയല്ലാഹ കഅബിരി വസനിൻ. ഖാല റസൂലുള്ളാഹി. കേട്ടോ, അങ്ങോട്ട് കൊണ്ട് തല തിരിക്കണ്ട. കള്ള് വയറ്റിലുള്ള നേരത്ത് ഒരാൾ മരണപ്പെട്ടാൽ അവൻ മുശൈക്കിനെ പോലെയല്ലാതെ അള്ളാഹുവിനെ കാണുകയില്ല. ഖുലൂദുൻ ഫിന്നാർ എന്നർത്ഥം. അള്ളാഹു കാക്കട്ടെ. എന്നാണ് ഇതിന് മനസ്സിലാവുന്നത്. ഈ ഹദീസ് ഇമാം ബുഖാരി ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഹദീസ് ഇമാം ബുഖാരി ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഷാരിബു ഖംറിൻ ഇൻ മാത, കള്ള് കുടിച്ച നേരത്തെ ഒരാൾ മരിച്ചാൽ ലഖിയല്ലാഹ കഅബിരി വസനിൻ. അയാൾ, ഈ ഹദീസ് ഇമാം ബുഖാരി ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഹദീസ് ഇമാം ബുഖാരി ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഷാരിബു ഖംറിൻ ഇൻ മാത ലഖിയല്ലാഹ കഅബിരി വസനിൻ. ബിമ്മത്തിന് ആരാധിക്കുന്നവരെ പോലെയല്ലാതെ അവർ അള്ളാഹുവിൽ എത്തിച്ചേരുകയില്ല എന്നാണ്. കള്ള് വയറ്റിലുള്ള നേരത്തെ മരിച്ചാൽ നരകോർപ്പം. പടച്ചോൻ നമ്മളെ കാക്കട്ടെ. അള്ളാഹുവേ നീ കാത്തിരക്ഷിക്കണമേ തമ്പുരാനെ. പടച്ചോനെ, അയാൾക്കും നീ വിട്ടു പുറത്ത് മാപ്പാക്കി കൊടുക്കണമേ റബ്ബേ. എല്ലാവർക്കും മാപ്പ് ചെയ്യണമേ റബ്ബേ. കുട്ടികളെ കള്ള് കുടിക്കരുത്. ഏത് കള്ളിനെ കുറിച്ചാ മക്കളെ ഇന്ന് വിശ്വാസമുള്ളത്? ഒന്ന്, അതിന്റെ ഭൗതികമായ സാഹചര്യം തന്നെ ഇപ്പോൾ പറഞ്ഞല്ലോ. എത്ര ആളാ മരിച്ചത്? അതിലുമുണ്ട് ജാഫർ. അവിടെയാണ് നമ്മളെ വേദന. റമളാൻ മാസം കാലം കള്ള് കുടിച്ച് ജാഫർ മരിച്ചു. പടച്ചോനെ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. കാര്യം എന്താ? അടിസ്ഥാന കാരണം കൂട്ടുകാർ മോശമായതാ. അങ്ങനെയാ. الذين آمنوا بآياتنا وكانوا مسلمين ادخلوا الجنة أنتم وأزواجكم تحبرون. സ്വർഗപ്രവേശത്തിൽ നിങ്ങളിങ്ങനെ സന്തോഷഭരിതരായി നിങ്ങളും നിങ്ങളെ ഇണകളും സ്വർഗത്തിൽ കയറിക്കൊള്ളൂ എന്നവരോട് പറയപ്പെടും. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഭാര്യ ഭർത്താക്കൾ പരസ്പരം ഈമാനിന് വേണ്ടി സഹകരിച്ച ഭാര്യ ഭർത്താക്കൾ രണ്ടാളും അള്ളാഹു സ്വർഗത്തിൽ ഇണകളായി കഴിയാൻ അള്ളാഹു തൗഫീഖ് നൽകും. അള്ളാഹു നമ്മുടെ ഭാര്യമാർക്ക്, നമ്മളെയും നമ്മുടെ ഭാര്യമാരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ, സന്തോഷത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ഭാര്യ ഭർത്താവിന്റെ ഈമാനിന് വേണ്ടി അധ്വാനിക്കുക, ഭർത്താവ് ഭാര്യയുടെ ഈമാനിന് വേണ്ടി അധ്വാനിച്ച രണ്ടാളും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടും. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ.